നീ എന്താ ഇവിടെ? ഞാൻ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്ന. ഓ, അപ്പം നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ? പിന്നെ ഇവളെ ബോധിപ്പിക്കില്ല എൻ്റെ പണി. ചേച്ചി, നിങ്ങളുടെ ഹസ്ബൻഡിനുള്ള ബ്ലഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞ ക്യാഷ് കിട്ടിയിരുന്നെങ്കിൽ. 500 രൂപയോ? ഇതല്ലല്ലോ ചേച്ചി ഞാൻ പറഞ്ഞേ. അത് പിന്നെ ഇതുകൂടി തന്ന ഇവിടുത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് ചേച്ചി. ഇപ്പൊ കയ്യിലുള്ള പൈസ കിട്ടാ. 1000 കൂടിപ്പോയി. കണ്ടിട്ട് ഒരു ഗതിയില്ലാത്തവരെ പോലെ തോന്നുന്നു. ഒന്ന് പോയടോ. വല്ലപ്പോഴും എന്തോ ഒരു കേസ് വരുമ്പോഴാണ് കുറച്ച് ക്യാഷ് കൈ കിട്ടുന്നത്. ഒരു കാര്യമില്ലാണ്ട് വല്ലവരും എൻ്റെ ചോര ഇട്ട് കൊടുക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലാഭം വേണം. എന്നാലും മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും കുറച്ച് കരുണ കാണിക്കായിരുന്നു. മനുഷ്യത്തെ കട കൊടുത്താലേ അരി കിട്ടില്ല മോളെ. അതിന് പൈസ തന്നെ വേണം. നീ വായോ, ഫ്രഷ് ജ്യൂസ് കുടിച്ച് അടുത്ത കച്ചവടത്തിനുള്ള ചോര റെഡിയാക്കാനുള്ളത്. ഇന്നെന്താ പതിവില്ലാതൊരു പഠിത്തം? ഒന്നുമില്ല. ഇന്നെന്താ കോൾ അടിച്ചിട്ടുണ്ടല്ലോ? നിനക്ക് നാളെ അല്ലേ കോമ്പറ്റീഷൻ? എങ്ങനെ പോണേ? നാളെ തന്നെ കോമ്പറ്റീഷൻ. കുറച്ചൊരു ദൂരെ ഏതോ ഒരു ഉൾനാട്ടിലെ സ്കൂള്. പ്രൈവറ്റ് ബസ്സിലാവും പോണേ. കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഹലോ, നീ എവിടെയാ? നിന്റെ അടുത്ത് കോമ്പറ്റീഷന് പോകേണ്ട ഒരു ആക്സിഡൻറ്റ്, തലടിച്ച് വീണെന്നാ കേട്ടെ. ഞാനിവിടെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്. നീ വേഗം വാ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ നീ? ഹലോ. വേഗം ബ്ലഡ് കിട്ടിയെന്ന് വെച്ച് രക്ഷപ്പെട്ടിരുന്ന ഡോക്ടർ പറഞ്ഞതേ. വേറെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. അതേ ബ്ലഡ് ഗ്രൂപ്പിൽ ഒരുത്തിനെ കിട്ടിയതുമാണ്. പിന്നെന്തോ ഓന് പൈസ വെച്ചുന്നോ കിട്ടാണ്ട് ബ്ലഡ് കൊടുക്കില്ലാന്നോ അങ്ങനെയൊക്കെ ആയിട്ട് തിക്കും തിരക്കുമായിട്ട് ലാസ്റ്റ് ബ്ലഡ് സമയത്തിന് കിട്ടിയില്ല. പാവം കുട്ടി. ഡി ഡി എനിക്ക് ഡി എന്ത് നീ ഇങ്ങനെ കിടക്കണേ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഗൗരിയുടെ ബൈസ്റ്റാൻഡറിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഇരിക്കും. ഗൗരിയുടെ ബൈസ്റ്റാൻഡർ ആണല്ലേ? ഗൗരിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കൃത്യസമയത്ത് ബ്ലഡ് കിട്ടിയ കാരണം നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ആ ആക്സിഡൻറ്റിൽ ഒരു ചെറിയ ഹാങ് ഓവറിലിരിക്കുക. അതല്ലാതെ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കും. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സമാധാനമായി. ഇതേ പറഞ്ഞ ബ്ലഡ് കൊടുത്ത ആള്. ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിയിലായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ചേച്ചി അയ്യോ, ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ സഹായിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും കടമയല്ലേ? ഈ വരുന്ന മൺഡേ നമ്മുടെ സ്കൂളിൽ NSS നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ട്. സോ ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിനക്ക് വല്ല പ്രാന്തുണ്ടോ ബ്ലഡ് കൊടുക്കാൻ? 10 പൈസ പോലും കിട്ടില്ല. അതല്ലടി, വേറെ ഒരാൾ ബ്ലഡ് വന്നതല്ല ഞാനിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കണം. ഞാൻ എന്തായാലും ബ്ലഡ് കൊടുക്കും. ഇന്നെത്ര വൈകിയേ? അത് NSSന്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. ആണോ? എന്നാൽ ഇപ്രാവശ്യം എൻ്റെ പേരും കൂടി കൊടുത്തോ. ഞാനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും.